ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ വാരണാസിയിലെത്തി. വാരണാസി റെയിൽവേ സ്റ്റേഷൻ കണ്ട, റെയിൽവേ സ്റ്റേഷൻ്റെ മോഡൽ കണ്ട, നിങ്ങൾ ഒരു ഓൾഡ് ടെമ്പിൾ പോലെയാണ് വാരണാസി, അല്ലെങ്കിൽ ബനാറസ് എന്ന് പറയും. അപ്പോൾ നമ്മളിന്ന് വാരണാസി എക്സ്പ്ലോർ ചെയ്യാണ്. ആദ്യം നമ്മൾ സർനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അത് വാരണാസിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, സർനാഥ് എത്താം. സർനാഥ് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോക്കോ ബസ്സിനോ വരാം. അപ്പോൾ ഇതാണ് സർനാഥ്. അപ്പോൾ വാരണാസിക്ക് ബനാറസ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. നമുക്കറിയില്ല, വാരണാസിയിലെ ടെമ്പിളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ആൻഷ്യൻ്റ് ടെമ്പിളൊക്കെയാണ്, അവിടത്തേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, വാരണാസിയിലെ സർനാഥ ഉള്ളത്. ഇവിടെ കുറേ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, ബുദ്ധിസ്റ്റ് മൗണ്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, 1939 ഉണ്ടാക്കിയത്. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെ ഇവിടെ പല രാജ്യത്തിൻ്റെ ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്. തായ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ, തായ് ബുദ്ധ, തായ്ലാൻഡ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. പിന്നെ കംബോഡിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, ജാപ്പനീസ് ടെമ്പിൾ ഉണ്ട്. അങ്ങനെ പല ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. പല രാജ്യത്തിൻ്റെ ബുദ്ധിസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് പല രാജ്യത്തിൻ്റെ ആണെന്ന് മാത്രം. ഇത് ചൈനീസിൻ്റെയാണ്. അതായത് മുമ്പ് ഇവിടെ ബുദ്ധയുടെ ആ ഒരു ചൈനീസ് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുറത്ത് ഇതിൻ്റെ കുറച്ച് ഡിസൈനുകൾ, ബുദ്ധയുടെ കുറച്ച് ഡിസൈനുകളും കാര്യങ്ങളും കാണാം. ഞാൻ അകത്തേക്ക് കയറി. ഇത് ടെമ്പിളാണ്, നല്ല രസമുണ്ട് കാണാൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഒരു സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ടാവില്ലേ, മടിക്കേരി കയറിയിട്ടുണ്ട്. കൊടക് ജില്ലയിലെ, കർണാടകയിലെ മടിക്കേരിയിൽ നമ്മൾ വലിയ നംറോലിംഗ് മൊണാസ്ട്രി, അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ചെറിയൊരു ചൈനീസ് ബുദ്ധി ടെമ്പിളാണ്. അപ്പോൾ ഇവിടെ വലിയ ക്രൗഡൊന്നുമില്ല. ഇവിടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്, ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, അവിടെ കുറച്ച് ബുദ്ധൻ്റെയും അതുപോലെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ കാണാം, 2 സൈഡിലും അതൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ട, റൂട്ട് ഓഫ് ഹ്യൂയിങ് സിതാങ് കെയിം ടു ഇന്ത്യ 1172 വന്നെയാണ്. ചൈനയിൽ നിന്ന് വന്നെയാണ്. ബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയെ കൊടുത്തിയാണ്. അതായത് ചൈനയിൽ നിന്ന് വന്ന ബുദ്ധമതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേപോലെ തായ്ലാൻഡിൽ തായ് ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിളുണ്ട്, കംബോഡിയ ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്, ജാപ്പനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ ഉണ്ട്. പഴയ റൂട്ട് മാപ്പാണിത്. നല്ല രസമുണ്ടല്ലേ, അടിപൊളി സ്ഥലം. ചെറിയൊരു ബുദ്ധ ടെമ്പിളാണ്. സോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കാം. അപ്പം ഞാൻ കുറച്ച് നടന്ന് ഇവിടെ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുള്ളൊരു ഏരിയ ആണിത്. ഇതും എന്താ പറയുക, ഒരു ബുദ്ധ സ്തൂപ ഇതൊക്കെ ഉള്ള പഴയ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലങ്ങളാണ്. ഇത് കണ്ട, അതുപോലത്തെ മറ്റൊരു ടെമ്പിളാണിത്. ഇതും വളരെ മനോഹരമായ ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ്. ഇവിടെ ബുദ്ധ ഭാഷയിലാണ്, ചില ഭാഷകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. സോ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മുലഗന്ധ കുട്ടി വിഹാര, മുലഗന്ധ കുട്ടി വിഹാര. അതായത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇത് തായ് ബുദ്ധിസ്റ്റിൻ്റെയാണ് കേട്ടോ, തായ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ഡിസൈനൊക്കെയാണ് കേട്ടോ, സൂപ്പർ ഡിസൈനും ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് പിറകിൽ ചെറിയൊരു സൂ ഉണ്ട് കേട്ടോ, ചെറിയൊരു പാർക്കും. ഡിയർ സൂ ആണ്, ഡിയർ സൂ മെയിനായിട്ട്. അതായത് ഈ മാനുകളുടെയൊക്കെ ഒരു സൂ ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അതുകൊണ്ടോ നിങ്ങൾ ഈ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് ഇത് കണ്ടോ, നിങ്ങൾ ബാക്ക് സൈഡ് കാണുമ്പോൾ കാശി വിശ്വനാഥ് ഹിന്ദു ടെമ്പിളിൻ്റെ ആ ഒരു ഇത് ബാക്ക് സൈഡിൽ വന്ന പോലെ ഉണ്ട്. അതായത് ഒരു തായ് ബുദ്ധിസ്റ്റ് അതുപോലെ ഹിന്ദു വാസ്തുശില്പിയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണെങ്കിലും ചെറിയൊരു ഇന്ത്യയിലായതുകൊണ്ട് ആ ഒരു ഇന്ത്യൻ ടച്ചിൻ്റെ ബാക്കിൽ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വേണമെങ്കിൽ കയറാം, അകത്തേക്ക് നല്ല രസമുണ്ട്. ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബുദ്ധിസ്റ്റിൻ്റെ ചിത്രങ്ങളുണ്ട്. അവിടെ നേരെ പോയാൽ സെൻട്രലിൽ ബുദ്ധൻ്റെ വിഗ്രഹം കാണാം, ശ്രീ ബുദ്ധ. ഡൊണേഷൻ ബോക്സ് ഉണ്ട്, എന്തെങ്കിലും പൈസ കൊടുക്കാം. ഗോൾഡൻ കളറിൽ, ഗോൾഡൻ പെയിൻറ്റിൽ ബുദ്ധയുടെ പ്രതിമ കാണാൻ പറ്റും. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ചുവരിലൊക്കെ വാളിലൊക്കെ നോക്കി വാൾ പെയിൻറ്റിങ് ഒക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ടായിരുന്നു.
ബുദ്ധൻ മുമ്പ് ഇവിടെ സന്ദർശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നല്ല അടിപൊളി വാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്ലീസ് കീപ് സൈലൻസ് എന്നാണ്, അധികം സൗണ്ടൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി സ്ഥലം തന്നെ. അതുപോലെ ഇവിടെ ഇത് കണ്ടോ, ഇതാണ് പഴയ ക്ലാസ് ആണല്ലേ. ആ ഒരു ആത്മീയ വര്യൻ അയാൾ ക്ലാസ് എടുക്കുന്നു, ചുറ്റിലും പഠിതാക്കൾ, ശിഷ്യന്മാരില്ലേ, നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, നമ്മളെ ആൾക്കാർ ക്ലാസ് കേൾക്കുന്നു. പിന്നെ ഇത് കണ്ട റൗണ്ട് ഷേപ്പിലുള്ളത്, ഇത് നമ്മൾ മെയിനായിട്ട് ബുദ്ധിസ്റ്റ് ടെമ്പിളൊക്കെ കാണാൻ പറ്റും അല്ലേ. നമ്മൾ തിബറ്റിലും നേപ്പാളിലും ഭൂട്ടാനിലൊക്കെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാണാൻ പറ്റും. ഇതിങ്ങനെ റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെ ഒരു മരമുണ്ട്, ഞാൻ കാണിച്ചത് മരമില്ല, ആ മരം മുമ്പേ പഴയ കാലത്തെ നട്ടതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. एक साइड से घुमा के मन में मान लेंगे चलो पहले आप लोग सब लोग एक साइड से नहीं घुमाना है, ऐसे घुमाना है। चलिए चलिए इसे चलो। क्या है ना तुम्हारे मोटे ड्रैगन खत्म हो रहे थे तो जब दूसरा कौन आता हां कौन हां
അപ്പോൾ ഞാൻ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൽ ഈ ഞാനിപ്പോൾ ഉള്ള സ്ഥലം, അപ്പോൾ ഇത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് സെൻ്ററാണ് മെയിനായിട്ട്. ബുദ്ധ മാത്രമല്ല, ജൈനുണ്ട്, ഹിന്ദു ടെമ്പിളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ബുദ്ധിസ്റ്റ് ഇതാണ് കേട്ടോ. മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ, സർനാഥിലെ മഹാബോധി സൊസൈറ്റി, അതായത് ബുദ്ധൻ്റെ ആ ഒരു സൊസൈറ്റി. നമ്മളെ പല മിഷണറി സൊസൈറ്റി എന്നൊക്കെ പറയുന്നില്ലേ, മിഷണറി സൊസൈറ്റി, അങ്ങനെ ഓരോ സൊസൈറ്റികളാണ്. ഇതൊരു ജെയിൻ ടെമ്പിളാണ്. ഞാൻ അകത്തേക്ക് അങ്ങനെ പോകുന്നില്ല, ജെയിൻ ടെമ്പിളാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. ഇത് നമ്മൾ പോകാൻ പോകുന്നത് പഴയ കാലത്തെ ഏകദേശം ഒരു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ചെറിയൊരു ഗോപുരം കാണാൻ, ബുദ്ധിസ്റ്റ് ഗോപുരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് ആ കാണുന്നതാണ് സ്ഥലങ്ങൾ. അത് പഴയ കാലത്തെ ഒരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നതിലാണ് കാര്യം. ബുദ്ധിസ്റ്റ് സംസ്കാരം, ബുദ്ധ കൾച്ചർ. ഇവിടെ ഞങ്ങൾ കണ്ട കുറേ കല്ലുകളൊക്കെ ഉണ്ടാക്കിയത്. ഇത് ശരിക്കും മുമ്പ് ഇവിടെ ഒരു ബിൽഡിങ്ങൊക്കെ, ചെറിയ രീതിയിൽ ബിൽഡിങ്ങുകളും പല സ്ഥലങ്ങളും ഉണ്ടായതാണ്. ഒരു മൊണാസ്ട്രി ഉണ്ടായതാണ്. മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു മഠം പോലെ, ഉണ്ടായ ബുദ്ധിസ്റ്റ് മഠം ഉണ്ടായതാണ്. ഇവിടെ ബുദ്ധിസ്റ്റ് കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അവരോട് താമസിച്ചിട്ടുണ്ടാവും. അവരുടെ സംസ്കാരങ്ങളൊക്കെ, പഴയ സംസ്കാരത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഓരോ നടുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാണ് തറ കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇതേപോലെ സ്ഥലങ്ങളുണ്ട്. സോ ഇവിടെ മുമ്പ് ഒരു മൊണാസ്ട്രി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുദ്ധൻ അതുപോലെ ഇവിടെ താമസിച്ചിരുന്നെന്നും കുറച്ചു കാലം വന്നെന്നും പറയപ്പെടുന്നു. അവിടെ ഒരു ചെറിയൊരു ഗോപുരം കാണാം. സ്തൂപ എന്നാണ് പേര്, സ്തൂപ. പഴയ കാലത്തൊരു സ്തൂപയാണത്. അവിടത്തേക്ക് നമുക്ക് പോവാം. അത് അടിപൊളി, നല്ല അട്രാക്ഷനാണ്. അത് നല്ല അടിപൊളി കാണാൻ തന്നെ വലിയ സ്തൂപയാണത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നിട്ട് പോവാം. ഓക്കെ. ഇവിടെ ആക്ച്വലി കണ്ട നിങ്ങൾ പഴയ ശിലായുഗത്തിലേക്ക് പോലെ കുറേ കല്ലുകളെ കാണാം. കല്ലുകളിൽ കൊത്തി വെച്ചിരിക്കുന്നുണ്ട്. പല രൂപങ്ങളൊക്കെ, ഡിസൈനുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല ഉഗ്രം കല്ലാണ്, വലിയ കല്ല്. ഈ കല്ലൊക്കെ എത്ര കാലം മുമ്പത്തെ കല്ലായിരിക്കും? വളരെ പണ്ട്, എൻ്റെ അമ്മോ, ആയിരക്കണക്കിന് വർഷങ്ങളുടെ അതിനകത്ത് പഴക്കമുണ്ടാവില്ല ചിലപ്പോൾ ഇതൊക്കെ, ഓരോ കല്ലുകൾക്കും. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ ഇപ്പം ഈ ഭാഗം മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ഇതിൽ ഉയർന്നിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, വേറെയും കെട്ടിടങ്ങൾ, മീൻസ് ഒരു താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ കാലക്രമേണ ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അവസാനം ഈ രീതിയിൽ എന്ത് ചെയ്തു, നമുക്ക് കാണാവുന്ന രീതിയിൽ ചിലപ്പോൾ ഇത് മാത്രമായിട്ട് അവശേഷിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കാം. ഇതിൻ്റെ ഇവിടെ പല പ്രാർത്ഥനകൾക്കും ബുദ്ധിസ്റ്റ് ക്ലാസ്സുകൾക്കും വേണ്ടി ആയിരിക്കാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇവിടെ നടന്നിട്ടുണ്ടാവാം. മൊണാസ്ട്രി എന്നാണ് പറയുന്നത്. മൊണാസ്ട്രി ഉണ്ട് ഇവിടെ ആയിരുന്നു, അതായത് മഠം. അതാ മോണോലിത്തിക്. വായിക്കാനെങ്കിൽ ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ സ്തൂപയുടെ അടുത്തെത്തി. ഇത് കണ്ട നിങ്ങൾ, വലിയ സ്തൂപയാണിത്, ബുദ്ധിസ്റ്റ് സ്തൂപ. ഇതിൽ പുറത്ത് കല്ലുകളിലൊക്കെ പലതും കൊത്തി വെച്ചിട്ടുണ്ട്, കണ്ടോ, നല്ല മനോഹരമായിട്ട്. ചിലതിന് കറുപ്പടിച്ചിട്ടുണ്ടായിരുന്നു, കാലക്രമേണ കല്ലിന് കേടുപാടുകൾ സംഭവിച്ചാവാം, കളർ മാറിയതാവാം. എന്നിരുന്നാലും ഇവിടെ ചെറിയ എന്താ പറയുക, ലിഖിതങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ എന്ന രീതിയിൽ രൂപങ്ങളൊക്കെ ചെറിയ രീതിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ സ്തൂപ കൊണ്ട് ശരിക്കും എന്തായിരിക്കും ഉദ്ദേശം ഉണ്ടാവും അല്ലേ? ഇത് ചിലപ്പം വേറെ എന്തെങ്കിലും റിലീഫിന്, മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കാം, ആ രീതിയിൽ കൊണ്ടുവന്നതായിരിക്കാം. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. അകത്തേക്ക് ചെറിയ വിൻഡോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അകത്തേക്ക് നമുക്ക് ടൂറിസ്റ്റുകൾക്കൊന്നും കയറാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ അന്നുള്ള ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ധ്യാനത്തിന് വേണ്ടിയോ മെഡിറ്റേഷന് വേണ്ടിയോ കയറിയിട്ടുണ്ടോ എന്നറിയില്ല. എനിവേ ഇത് വലിയ സ്ഥലമാണ്, വലിയൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടോ? ഇത് വാരണാസിയുടെ ഫോട്ടോസാണ്. പിന്നെ ആ സ്തൂപയുടെ ഫോട്ടോ ഉണ്ടോ? പഴയ സ്തൂപ, പഴയ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെടുത്ത കാര്യങ്ങളൊക്കെയാണ്. ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ചിലത് എന്താ പറയുക, കാലക്രമേണ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്തൂപ, പഴയ സ്തൂപയുടെ കണ്ടോ. അവിടെ അശോക സ്തൂപയുണ്ട്. അശോക ചക്രം എന്ന് നമ്മളെന്ന് പറയുന്നില്ല, അശോക ചക്രം നമ്മുടെ പതാക, ഇന്ത്യൻ പതാകയിലുള്ളത്. അപ്പോൾ അശോക സ്തൂപയുടെ സ്തൂപ ഇവിടെ കാണാൻ പറ്റും. അശോക സ്തൂപ ഒരു സ്തൂപയാണ്, അതുപോലുള്ളൊരു സ്തൂപയാണിത്. സോ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ കുറവാണ്. ഇതിൻ്റെ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതാ ദമേഗ് സ്തൂപാണ്. ദബേഗ് സ്തൂപ 1026 AD എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2025 999 വർഷങ്ങൾ ഏകദേശം ആവാറായി. 1026, ഇത് 2025. അപ്പോൾ ഒരു വർഷം കൂടി ആയാൽ 1000 വർഷമായെന്ന് പറയാം. അപ്പോൾ 999 വർഷങ്ങളായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും പഴക്കമുണ്ട്, ഏകദേശം 1000 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ദമേഗ് സ്തൂപ. എൻ്റെ അമ്മോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ ഇപ്പം നമുക്കെന്താ പറയുക, ഇപ്പോൾ ശിവലിംഗമുണ്ട്, ഹിന്ദു മതത്തിൽ ശിവലിംഗമുണ്ട്. അതേപോലെ ആ ഒരു മെഡിറ്റേഷൻ രീതിയിലോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടോ ഈ രൂപ ആക്കിയതാണോ എന്നും അറിയില്ല. എന്നിരുന്നാലും ഇതിപ്പോൾ നല്ലൊരു സ്ഥലമാണ്, ആൾക്കാർ കാണാൻ വരുന്ന ദമേഗ് സ്തൂപ വരുന്ന ഒരു ഇത് തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മതം ഇന്ത്യയിൽ മുമ്പുണ്ടായ പ്രാചീന മതങ്ങളിൽ ഒന്നാണ് ബുദ്ധിസ്റ്റ് മതം എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഹിന്ദു മതത്തിനുള്ള വരവോടുകൂടി ബുദ്ധമതത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുമതം ബുദ്ധമതത്തെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് കാര്യം. ബുദ്ധിസ്റ്റ് കേരളത്തിലുണ്ട് കേട്ടോ, ബുദ്ധമതം കേരളത്തിലുണ്ട്, ബുദ്ധ ടെമ്പിളും കേരളത്തിലുണ്ട്. പക്ഷെ അത്ര ഇല്ല, ചെറിയ രീതിയിൽ മാത്രം. കൊല്ലം, അതുപോലെ തിരുവനന്തപുരം, ഇവിടെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. ബുദ്ധമതം പിന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ഹിന്ദുമതം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന കാര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ ഹിന്ദുമതമായത്. പക്ഷെ ബുദ്ധമതവും ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ ചരിത്രങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ബുദ്ധമതം പിന്നീട് ഇൻ്റർനാഷണൽ ലെവലിലേക്കും പോയി. ഇന്ത്യ വിട്ട് പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ശ്രീലങ്കയിലേക്കും വ്യാപിച്ചതാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ബുദ്ധമതത്തിന്.
അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടാ, ഞാനിവിടുന്ന് പുറത്തിറങ്ങി. ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് വാറ്റ് തായ് സാറിനത് ഇത് കണ്ടോ, ഇത് തായിയുടെയാണ്, വാറ്റ് തായ്. അതായത് തായ്ലാൻഡിലെ ആ ഒരു ബുദ്ധിസ്റ്റ് രീതിയാണ് ഇവിടെ കാണാൻ പറ്റുക. നമ്മൾ ആദ്യം പോയത് ചൈനീസിൻ്റെ ആയിരുന്നു. ഇതുപോലെ കംബോഡിയ ഓരോ രാജ്യങ്ങളുടെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ബുദ്ധൻ്റെ തന്നെ സ്റ്റാച്ചു ആണ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. രാജ്യങ്ങളിപ്പം മാറുമ്പോൾ ചില ഭാഷകളിലും സംസ്കാരത്തിലൊക്കെ ഭക്ഷണത്തിലൊക്കെ വ്യത്യാസം വരുന്ന പോലെ ചിലപ്പോൾ ഇതിലും വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇത് ബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ട്, ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. അവിടെ ഏറ്റവും ലാസ്റ്റ് പോയാലാണ് ബുദ്ധൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ട് അവിടെ, കല്ലിലുണ്ടാക്കിയ പ്രതിമയാണ്. ഇത് കണ്ട അശോക സ്തൂപമായിട്ട് ഐതിഹ്യമുണ്ട്, കഥകളുണ്ട്. ഇത് കണ്ട ബുദ്ധൻ്റെ എന്താ പറയുക, സർപ്പത്തിൻ്റെ താഴെ നിൽക്കുന്ന ഇരിക്കുന്ന ബുദ്ധൻ. ഇപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഉച്ച കഴിഞ്ഞ് ഇപ്പം ഞാനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും പിന്നെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ കേരളത്തിലെ ചോറും കറികളൊന്നും ഇല്ല, അതൊക്കെയാണ് പ്രശ്നം. ഇത് വേറൊരു ബുദ്ധൻ്റെ ടെമ്പിളാണ്. അപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. ഭക്ഷണം കേരളം വിട്ടോടുകൂടി ഭയങ്കര മടുപ്പൊന്നും പോലെ ചോറും നല്ല മീൻകറിയും മീൻ പൊരിച്ചാലും കൂട്ടി ഇവിടുന്ന് ആൾക്കാരൊന്നും മീനൊന്നും കഴിക്കില്ലെന്ന് തോന്നി നിങ്ങളൊന്നും. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്തെത്തി. ബുദ്ധയുടെ വലിയ സ്റ്റാച്ചു ആണിത്. ഇവിടെ തായ്ലാൻഡിൽ കൊടുത്തിട്ടുണ്ട്, വലിയ ഭാഷയാണ്, വലിയ രീതിയിൽ എഴുതിയത്. വായിക്കണൊക്കെ കുറച്ച് പണിയാണത്. ഡൊണേഷൻ ബോക്സൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധൻ്റെ അത്യാവശ്യം വലിയൊരു പ്രതിമയാണ്. ഈ ലൈറ്റ് അടിക്കുന്ന ഭയങ്കര പ്രശ്നം തന്നെ, ലൈറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. പുച്ചക്കായതുകൊണ്ട് ക്യാമറ ലെൻസിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഡാർക്കായിട്ടാണ് കിട്ടുക നമുക്ക്. അതാണ് വേറൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് ഞാൻ എടുത്തത്. സോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബുദ്ധ ടെമ്പിളും ഉണ്ട്. അവിടത്തേക്ക് നമുക്കൊന്ന് പോവാം.
അപ്പോൾ ഈ വാറ്റായി ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാണ്. ഇനി നമുക്ക് വേറൊരു സ്ഥലം പിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മളിവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. തായ് ബുദ്ധി ടെമ്പിളാണിത്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ വേറൊരു സ്തൂപമുണ്ട്. ഇതും ബുദ്ധിസ്റ്റിൻ്റെ സ്തൂപം തന്നെ. ഇത് അത്യാവശ്യം ചെറിയൊരു സ്തൂപമാണ്. നന്നാ ചെറുതല്ല, ദൂരത്താണെന്ന് ചെറുതായി തോന്നുകയാണെങ്കിലും അത്യാവശ്യം വലുതുള്ളതാണ്. ഇവിടെ മനോഹരമായ പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പാർക്ക്. ഇവിടെ ആൾക്കാരെ കുറവാണ്. ഈ സ്ഥലങ്ങളൊന്നും അങ്ങനെ ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഉച്ചയായതുകൊണ്ടായിരിക്കാം. നല്ല അടിപൊളി പാർക്ക്, സൂപ്പർ പാർക്ക്. ഇതിൻ്റെ തൊട്ടപ്പുറം വേറൊരു പാർക്കാണ് കേട്ടോ. അത് ഞാൻ ചോദിച്ചപ്പോൾ അത് മെഡിറ്റേഷൻ പാർക്കാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് മെഡിറ്റേഷൻ. ഇപ്പോൾ ബുദ്ധിസ്റ്റ് രീതി തന്നെ മെയിനായിട്ട് മെഡിറ്റേഷനാണ്. ബുദ്ധൻ കാണിച്ചെന്ന് തന്നെയാണ് മെഡിറ്റേഷനിലേക്ക് കൂടി നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നതാണ്. ഈ പല മതവിശ്വാസികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചില മതങ്ങളിലെ വിശ്വാസികൾ എത്ര പ്രാർത്ഥിച്ചാലും അവർക്ക് സമാധാനം കിട്ടില്ല. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സമാധാനം ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറക്കാനും എന്താ പറയുക ടെൻഷൻ കുറക്കാനെന്നൊക്കെ പറയുകയാണെങ്കിലും ഈ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ടെൻഷൻ കൂടുന്നതാണ് കാണുന്നത്. അവർക്ക് പ്രാർത്ഥനയിൽ കൂടി അവർക്ക് ടെൻഷനും സ്ട്രെസ്സും കൂടുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ എന്താ പറയുക മറ്റുള്ളവർ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇത് പ്രാർത്ഥിച്ചോ എന്ന് തോന്നുന്നു. ശരിക്കും അവർക്ക് സ്ട്രെസ്സും ടെൻഷനൊന്നും കുറഞ്ഞിട്ടില്ല ആ പ്രാർത്ഥനയിലേക്ക് കൂടി. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ പഠിപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഉള്ളിൽ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ട്. അത് മറ്റുള്ളവരുടെ നേരെ അവർ പ്രയോഗിക്കും. അത് ചില മതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. ഇതാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ പാർക്ക്. ഇത് കണ്ടെങ്കിൽ നല്ല അടിപൊളി പാർക്കല്ല, ഇത് സൂപ്പർ പാർക്ക്. ഇതൊരു തരം മെഡിറ്റേഷൻ പാർക്കാണ്. ശരിക്കും പ്രാർത്ഥന എന്ന് റിലീജിയൻ ഈസ് എവറി വൺസ് പേഴ്സണൽ ചോയ്സാണ്. അത് പേഴ്സണൽ ചോയ്സാണ് ഈ റിലീജിയൻ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം എൻ്റെ മതം എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന പോലെ എൻ്റെ മതം എൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് സ്വീകരിക്കാതിരിക്കാം. ആണ് മുമ്പ് സ്റ്റീവ് ജോബ്സ് ഒക്കെ ഇന്ത്യയിൽ വന്ന് മടങ്ങിയിട്ടില്ലേ? സ്റ്റീവ് ജോബ്സ് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ നിരാശനായി മടങ്ങിയ വ്യക്തിയാണ്. കാരണം എവിടെ നോക്കിയാലും മതത്തിൻ്റെ അതിപ്രസരായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രാജ്യമായിരുന്നു. അല്ല, മതങ്ങളുടെ അതിപ്രസരമാണ്. എല്ലാ മതങ്ങളുടെയും ഒരു തരം അതിപ്രസരമുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ഇത് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മതങ്ങൾ എന്ന് പറയുന്നത് അത്രയൊന്നും ഓടൂല. മതങ്ങൾ ഉണ്ടാക്കിയ തന്നെ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആവശ്യങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ചില മതങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി അതിൽ നിന്ന് പഠിച്ച് ഒരുതരം തീവ്രമായി ചിന്തിക്കുകയും ആൾക്കാരെ കൊല്ലാനൊക്കെ ഇറങ്ങുന്ന മതങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള മതങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊക്കെ അനുഭവങ്ങളുണ്ടായതാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർ വന്നാൽ മതി. അതിൽ സ്വാതന്ത്ര്യം കൊടുക്കണം. ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം എല്ലാത്തിലും ഉണ്ട്. അത് നമ്മുടെ അവകാശമാണ്. അത് ആരും നമുക്ക് ഔദാര്യം തരുന്നതല്ല. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്. അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ അവരുടെ പെർമിഷന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാറുണ്ട്. ശരിക്കും ഒരു അടിമയെ കൂടി നമ്മൾ ജീവിച്ചു. കേരളത്തിലൊക്കെ അങ്ങനെ നമ്മളെ എന്നെയൊക്കെ വളർത്തിയ അങ്ങനെയാണ്. അപ്പോൾ അടിമകളായി നിൽക്കുന്നതാണ് ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരു അടിമത്തം നിർത്തുക. അതിപ്പോൾ ഏത് ദൈവത്തിൻ്റെ ആയാലും, ഒരു ദൈവത്തിൻ്റെയോ 2 ദൈവത്തിൻ്റെയോ പല ദൈവങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറിച്ച് റിലീജിയൻ ഈസ് എവരിബഡീസ് പേഴ്സണൽ ചോയ്സ്. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിലാക്കാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങളും അല്ലെങ്കിൽ തീവ്രവാദ ചോദ്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവരിലേക്ക് നേരിടേണ്ടി വരുന്നത്. അത് മറ്റുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ സ്തൂപം നമ്മൾ കണ്ടു. ഇതിൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്തൂപം തന്നെ ഇത്. പിന്നെ ഇതിന് ഞാൻ മെഡിറ്റേഷൻ പാർക്കുണ്ട്. നല്ല അടിപൊളി പാർക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ചുമരിലൊക്കെ നല്ല ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി. മാക്സിമം കവർ ചെയ്യുന്ന ഏരിയ ഒക്കെ നമുക്ക് കവർ ചെയ്യാം. ഇതപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് ഡിസൈനുകളൊക്കെ ഇവിടെ വാൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ബുദ്ധിസ്റ്റ് തന്നെയാണ്. ബുദ്ധൻ്റെ ചെറിയ കാലഘട്ടം, ആനയുടെയും പല മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസുകളൊക്കെ ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് മനോഹരമായി ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്ഥലം തന്നെ. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ചൂടത്ത് ഏല് സഹിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഈ ഒരു ദിവസം തന്നെ മാക്സിമം ഇത് കണ്ടു തീർക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നല്ല പെയിൻറ്റിങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പെയിൻറ്റിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ വേറൊരു മൊണാസ്ട്രി ഉണ്ട്, വേറൊരു ടെമ്പിൾ ഉണ്ട്, ബുദ്ധ ടെമ്പിൾ. ഇത് ഏത് രാജ്യത്താണെന്ന് മനസ്സിലായില്ല. വേറെ ബുദ്ധ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് കയറുകയാണ്. ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല വലിയൊരു ബുദ്ധ ടെമ്പിളാണെന്ന് തോന്നുന്നു. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ചുവർ ചിത്രങ്ങളൊക്കെയാണ് ഞാൻ മടിക്കേരി കണ്ടത്. മടിക്കേരി റോളിംഗ് മൊണാസ്ട്രിയിൽ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ ഞാൻ ഇതേപോലെ ചുമർ ചിത്രങ്ങളൊക്കെ കണ്ട് ഏകദേശം അതേപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗോൾഡൻ വാതിലൊക്കെ ചെറിയ ഗോൾഡൻ പെയിൻ്റൊക്കെ അടിച്ച് കർട്ടനൊക്കെ ഇട്ട രീതിയിൽ ആണ് ഞാൻ അവിടെ നിന്ന് കണ്ടത്. ടിബറ്റാണോ എന്ന് സംശയമുണ്ട്. ടിബറ്റ് തന്നെയാണ് ഏകദേശം. ടിബറ്റ് ബുദ്ധിസ്റ്റിൻ്റെതാണെന്ന് തോന്നുന്നു. കാരണം ദലൈലാമനെ കണ്ടോ, ദലൈലാമയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ നല്ല അടിപൊളി മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൂജക്കെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. കുറേ പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ എന്താ പറയുക, നമ്മൾ ഈ അഗർബത്തിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലൊക്കെ മുഴുവൻ എന്താ പറയുക ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിൾ കാണാം. ബുദ്ധിസ്റ്റും അതുപോലെ ദലൈലാമ ടെമ്പിൾ. ഇത് കണ്ടോ നിങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധൻ്റെ വേറെ വേറെ വ്യത്യസ്തമായ വേഷങ്ങൾ ഇട്ട എന്താ പറയുക സ്റ്റാച്ചു ആണത്. ചെറിയ ചെറിയ പ്രതിമകളും. ഇതാ ഇവിടെ മെയിനായിട്ട് ദലൈലാമയും അതിൻ്റെ മുകളിൽ ബുദ്ധയുടെ വലിയൊരു പ്രതിമയും കാണാം. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ സൂപ്പറായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എന്തുണ്ട് നിങ്ങൾ പഴയ ഒരു ചൈനീസ് പോലത്തെ ഒരു രാജ കുടുംബത്തിൽ ആ ഒരു എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിമോണ പല പേരുകളും പറയുമായിരിക്കും. ഇത് കണ്ടോ, നല്ല അടിപൊളി കണ്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ അവിടെ ചെറിയൊരു മൊണാസ്ട്രിയാണ് തോന്നുന്നു കേട്ടോ, വലിയ ആൾക്കാരില്ല. നമ്മൾ കണ്ടത് ഏറ്റവും വലുത് വരുന്ന വഴി കണ്ടത് നമ്മുടെ മടിക്കേരി തന്നെയാണ്. അടിപൊളി കർണാടക കൊടക് മടിക്കേരിയിൽ. സോ നമുക്കൊന്നാ തിരിച്ചു പോവാം, എൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. ഇതിൻ്റെ പുറത്ത് നല്ല അടിപൊളി ടെമ്പിളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇത് ജാപ്പനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. കുറച്ച് നടന്നാൽ നമുക്ക് കാണാം. ഇവിടെ ജപ്പാൻ്റെ കൊടിയൊക്കെ കാണുന്നില്ലേ, ജപ്പാൻ്റെ കൊടി കാണുന്നുണ്ട്. ഇൻഡോ ജപ്പാൻ റിലേഷനിലാണ് ജപ്പാൻ്റെ. അതേപോലത്തെ മുകളിലെ റൂഫിംഗ് ഒക്കെ ഉണ്ടാവും. റൂഫിങ്ങും അതുപോലെ സൈഡിലെ വിൻഡോ ഒക്കെ ഒരു ജാപ്പനീസ് കൾച്ചർ, നമുക്ക് ഒരു ജാപ്പനീസിൻ്റെ ഒരു രീതി നമുക്ക് തോന്നും, അനുഭവപ്പെടും. നല്ല അടിപൊളി സ്ഥലം തന്നെ. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. ഇവിടെ ആകെ ഒരു എന്താ പറയുക ബുദ്ധൻ്റെ വലിയ ടെമ്പിൾ പ്രതിമയൊന്നുമില്ല. ഒരു ബുദ്ധിസ്റ്റിൻ്റെ ബുദ്ധ ഒരു ഉറങ്ങുന്ന ശയനത്തിൽ എന്നൊക്കെ പറയുന്നില്ലേ, ശയന ബുദ്ധൻ, അദ്ദേഹം കിടന്ന് ഉറങ്ങുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ കുറച്ച് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ജാപ്പനീസിൻ്റെ തോന്നിക്കുന്ന ഇത് ആ മുട്ടുന്ന സാധനം, അതിൽ നിന്ന് മുട്ടി സൗണ്ടൊക്കെ വരും. ആ രീതിയൊക്കെ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ സാധനത്തിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഇതാണ് മെയിനായിട്ടുള്ള ജാപ്പനീസ് ബുദ്ധിസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്.
ഇത് ഡിസൈൻ കണ്ട ജാപ്പനീസ് ടെമ്പിൾ പോലെ തോന്നില്ലേ, നല്ല അടിപൊളി ജാപ്പനീസ് ടെമ്പിൾ പോലെ തോന്നുന്ന ഇതാ സംഭവമാണിത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വേറൊരു മാർബിൾ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, അവിടത്തേക്ക് നമുക്കൊന്ന് പോവാം. ധർമ്മ ചക്ര ഇൻഡോ ജപ്പാൻ. ഇത് ഇവിടുത്തെ മെയിൻ ഗേറ്റ് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. സോറി അതല്ല, ഇത് ഇത് കണ്ടോ നിങ്ങൾ, ഇത് ജപ്പാനീസിൻ്റെ ഒരു ഗേറ്റൊക്കെ ഉണ്ടോ അവിടെ കാണുന്നത് ഒരു. ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് കൂടി കയറി ആ കാണുന്നതാണ് മാർബിൾ ബുദ്ധിസ്റ്റ് ടെമ്പിളാണത്. അത് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഈ ജാപ്പനീസ് ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതും ജാപ്പനീസ് രീതിയിലാണോ എന്നുള്ളത് സംശയമുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ ചെരുപ്പ് അയച്ച് വെക്കണം. ചെരുപ്പ് അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തേ പോവാം. നല്ല രസമുണ്ടല്ലേ. ഇത് വെള്ളക്കല്ലിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, വെണ്ണക്കല്ലിലെടുത്ത പോലെയുള്ളത് മാർബിളിലെടുത്തതാണത്. സോ നമുക്ക് അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഇവിടെ 2 സിംഹമല്ല, ഇത് സിംഹമാണോ സംശയമുണ്ട്. കാരണം സിംഹമല്ല, ഈ നമ്മളെ മെയിനായിട്ട് ബുദ്ധിസ്റ്റും അതുപോലെ ചൈനയുടെ ഒക്കെ പല ഫെസ്റ്റിവലിലും കാണുന്ന ആ ഒരു മൃഗം ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇത് അതിൻ്റെ രൂപമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഇതാണ് ബുദ്ധ ടെമ്പിൾ. നല്ല രസമുണ്ടല്ലോ കാണാൻ, നല്ല ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മുകളിലോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇത് മാർബിളാണ് ശരിക്കും. ഇതിന് 2 സൈഡിലും കയറാനുള്ളതുണ്ട്, 2 റൗണ്ട് സൈഡിൽ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഇതേപോലെ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതേപോലെ അദ്ദേഹം പറഞ്ഞ വചനങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. 4 വ്യത്യസ്തങ്ങളായ വചനങ്ങളൊക്കെയാണ്, വാക്കുകളൊക്കെയാണ്. ഇത് വേറൊരു സ്റ്റാച്ചു ആണത്. 4 ഭാഗത്തും ഏകദേശം ഒരേപോലെയാണ് അവിടെ സ്റ്റാച്ചു ഉണ്ട്. സോ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് എന്താ പറയുക, നല്ല മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ഇതാണിത്. Gracias.